അനിൽ വിളയിൽ താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശശികല ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ധാർമ്മിക വശം, ഇതിൻ്റെ ആധ്യാത്മിക വശം, ഭക്തി എന്നിവയെ പറ്റി ഒന്നുമല്ല ഇവർക്ക് ചർച്ച നടത്തേണ്ടത്. ഇവർക്ക് എങ്ങനെ രാമായണത്തെ അധിക്ഷേപിക്കാം, എങ്ങനെ രാമനെ അധിക്ഷേപിക്കാം, അതിന് കഴിയുന്ന കുറേ ആളുകളെ കൊണ്ടിരുത്തി ഈ ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങളെ തന്നെ, അതിൻ്റെ ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത് അനിൽ വിളയിൽ? അതെ, കേരളത്തിലെ രാമായണ മാസാചരണം തുടങ്ങിയ കാലത്ത് അതിനെ സർവശക്തിയും ഉപയോഗിച്ച ശക്തികളാണ് ഇന്ന് മറ്റൊരു രൂപത്തിൽ രാമായണ മാസാചരണ കാലഘട്ടത്തിൽ പ്രഭാഷണത്തിന് വേണ്ടി വന്നു ചേരുന്നത്. ഈ ഒരു ഉദാഹരണം മാത്രമല്ല, ഓച്ചിറ ക്ഷേത്രത്തില് വിളിച്ചിരിക്കുന്ന വ്യക്തി ഹിന്ദുവിനെ എല്ലാ കാലത്തും എതിർക്കുകയും ഹിന്ദുത്വത്തെ അവമാനിക്കുകയും ചെയ്യുന്ന അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ്. ഇതേപോലെ തന്നെ കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ മലബാർ മേഖലകളിലൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള ജിഹാദി പ്രവർത്തകരാണ് രാമായണത്തിനെ പറ്റി പ്രഭാഷണം നടത്താൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ കടന്നു കയറുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങൾ വന്നു ചേരും. കാരണം ഇപ്പോൾ രാമായണത്തിലെ ഏറ്റവും നിന്ദ്യമായി വിമർശിച്ച വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന ആ ആള് തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ, ഗണപതി ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിലെ തെറ്റിദ്ധാരണ പരത്താൻ സാധിക്കുമോ, അതിനുവേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് ചില കോണുകളിൽ നടക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും ഒക്കെ പ്രവർത്തകരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജിഹാദികൾക്ക് വേണ്ടി വാദിക്കുകയും ഹിന്ദുത്വത്തിനെ അവമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ സംഘടിതമായി ഇന്ന് രാമായണ മാസാചരണത്തിന്റെ വേദികളിൽ കടന്നു കയറി ഇവര് രാമായണത്തെ അപഹസിക്കുകയും രാമന്റെയും അല്ലെങ്കിൽ സീതയെയും ഒക്കെ തന്നെ തെറ്റായ സന്ദേശങ്ങൾ, സീതയെ പറ്റിയും രാമനെ പറ്റിയും ഒക്കെ തെറ്റായ കഥകൾ, വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇത് തീർത്തും അപലപനീയമായ കാര്യമാണ്. അനിൽ മുഹമ്മദ്, നമുക്കറിയാമല്ലോ, ഓച്ചിറ ക്ഷേത്രത്തില് ഹിന്ദുത്വത്തിനെ കളിയാക്കുകയും ജിഹാദി ശക്തികൾക്ക് എല്ലാ കാലത്തും പ്രേരണയും സഹായവും ചെയ്തു കൊടുക്കുകയും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഹിന്ദുത്വത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അയാളാണ് ഒരു പ്രഭാഷകൻ. ഒന്ന്, ഇപ്പോൾ പറഞ്ഞ ഈ സ്ത്രീ, അവരും അതുപോലെ തന്നെയാണ്. അവരുടെ മറ്റുള്ള പല പ്രഭാഷണങ്ങളുടെയും വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. അതിനകത്ത് കാണാനും കേൾക്കാനും സാധിക്കുന്ന എന്താണ്? ഹിന്ദുക്കളുടെ ദേവതാ സങ്കല്പങ്ങളെ കളിയാക്കുക, മോശമായി ചിത്രീകരിക്കുക ഒക്കെ തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വരാൻ കാരണം എന്താണ്? ഇതിനൊരു ഗുണമുണ്ട്. ഈ പഴയ ആദ്യകാലത്ത് എതിർത്ത പലരും ഇന്ന് രാമായണത്തിന്റെ ആരാധകരായി മാറി. എങ്ങനെയാണോ വാൽമീകി അല്ലെങ്കിൽ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ വാൽമീകി എന്ന കവിയായി അല്ലെങ്കിൽ ആചാരനായി മാറുന്നത്, അതുപോലെ തന്നെ ഇവർക്ക് മനപരിവർത്തനം ഉണ്ടാവുകയാണെങ്കിൽ സന്തോഷമാണ്. അവർക്ക് മനപരിവർത്തനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹിന്ദുത്വത്തിനെ അവമാനിച്ചിരുന്ന ജി സുധാകരനും പ്രതിഭാ ഹരിയും ഒക്കെ ഇപ്പൊ രാമായണം കർക്കിടക മാസമായാൽ രാമായണം പൂർണ്ണമായും വായിച്ചു തീർക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് എത്തി. അന്നേരം രത്നാകരിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള മനംമാറ്റം എങ്ങനെയാണോ, അത്തരത്തിൽ ഇവർക്ക് മനംമാറ്റം ചിലപ്പോൾ ഈ ഒരു പ്രഭാഷണങ്ങളിൽ കൂടി ഉണ്ടാകുമെന്നൂടെ നമ്മൾ ഇതിനെ പോസിറ്റീവായി കാണണം. അവരുടെ വ്യാഖ്യാനം കൊണ്ടൊന്നും ഹിന്ദുത്വം തകർന്നു പോകത്തില്ല. ഹിന്ദുത്വത്തിനെ തകർക്കാൻ ഇതിനേക്കാൾ വലിയ ശക്തികൾ. EMS ആണ് ഏറ്റവും ആദ്യം രാമായണ മാസാചരണത്തെ എതിർത്തത്. പരമേശ്വർജിയുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ രാമായണ മാസാചരണം തുടങ്ങിയപ്പോൾ EMS, ദേശാഭിമാനി ഉൾപ്പെടെ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിനെതിരായിട്ട്. അന്നേരം വളർന്നു വരുന്ന ഹിന്ദുത്വത്തിനെ മറ്റൊരു രീതിയിൽ എതിർക്കാനുള്ള ആസൂത്രിതമായ ചില ശക്തികളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർക്കൊക്കെ വേദികൾ കൊടുക്കുന്നത്. അത് മുളയിലെ നുള്ളേണ്ട ഒരു പ്രവണതയാണ്. പിന്നെ അതിന് മറ്റൊരു തലം, ഞാൻ പറഞ്ഞതുപോലെ, ഇവർക്ക് ഈ രാമായണം ഏതായാലും പ്രഭാഷണം നടത്താൻ പോകുമ്പോൾ പഠിക്കുകയും കൂടെ വേണമല്ലോ. അവർക്കൊരു മനപരിവർത്തനം ഉണ്ടാകട്ടെ. അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാട്ടാള ബിംബങ്ങൾ മാറിയിട്ട് വാൽമീകി ബിംബങ്ങളായി മാറാൻ സാധ്യത തള്ളിക്കളയാനും ഒക്കില്ല.